ഹായ് ഗൈസ്, കൊറോണ കാലമാണ്. അപ്പോൾ കാറുകളിങ്ങനെ വീട്ടിലൊക്കെ ഒരുപാട് വെറുതെ കിടക്കുന്നുണ്ട്. വെച്ചാൽ എടുത്ത് ഉപയോഗിക്കണം എന്നല്ല പറഞ്ഞേ, വീട്ടിൽ വെറുതെ കിടക്കുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ബാറ്ററി ഇറങ്ങി പോകുക കാറിൻ്റെ. എനിക്കും പറ്റിയപ്പോഴാണ് ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിച്ചതും. അപ്പോൾ ഞാൻ പണ്ട് കണ്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു, അത് വെച്ച് ഞാൻ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചു. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ എന്തായാലും എൻ്റെ ഫ്രണ്ട്സിനും കൂടെ അറിഞ്ഞോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാറിൻ്റെ ബാറ്ററി ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയി. നമ്മളിപ്പോൾ എടുക്കാണ്ട് വെക്കുക, അല്ലെങ്കിൽ കുറേ ആയി എടുക്കാണ്ട് വെച്ചിട്ട് കൊറോണൻ്റെ ലോക്ക്ഡൗൺ ആണ്. അപ്പോൾ എന്താ വെച്ചാൽ എപ്പോഴും ഒന്ന് സ്റ്റാർട്ടാക്കി വെച്ചോളണമെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ മറന്നു പോകും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട്. ഇപ്പോൾ എനിക്ക് സംഭവിച്ചത് എന്താ വെച്ചാൽ ഇന്നലെ കീ ഇതിൻ്റെ അകത്ത് വെച്ച് ഓണാക്കി വെച്ചിട്ട് ഞാൻ ഓഫാക്കാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനത്തെ വിഷയം കൊണ്ട് ഇറങ്ങിപ്പോയതാണ്, എൻ്റെ ശ്രദ്ധ കൊണ്ട് ഇറങ്ങിപ്പോയതാണ്. നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. സാധാരണ ബാറ്ററി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകിൽ ബാറ്ററി അയച്ചു കൊണ്ട് ചാർജ് ചെയ്യണം, അല്ലെങ്കിൽ വേറൊരു കാറിൻ്റെ ബാറ്ററി കൊണ്ടുവന്ന് ജമ്പർ വയർ കണക്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നമ്മൾ ബാറ്ററി ചാർജ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ചെയ്യുക സാധാരണ. അപ്പോൾ അതൊക്കെ എന്ന് വെച്ചാൽ വേറൊരാളുടെ സഹായം നമുക്ക് വേണം എന്തായാലും. ഒന്നുകിൽ വേറെ ബാറ്ററിയും ജമ്പർ വയറും ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ടാവണം. അതൊന്നും സാധാരണ ഒരു കാറിലുള്ള ഒരാൾ കൊണ്ടുവെക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ബൈക്കും കൂടെ നമ്മളെ കയ്യിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾ തൽക്കാലത്തേക്ക് ഒരു ബൈക്ക് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റുമെങ്കിൽ, ആ ബൈക്ക് വെച്ചിട്ട് നമുക്ക് നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. കുറച്ച് എണ്ണ ചിലവ്, പെട്രോൾ ചിലവ് മാത്രമേ ഉള്ളൂ, വേറൊരു ചിലവില്ല. പിന്നെ വേണ്ടത് 2 വയറാണ്. സാധാരണ നമ്മൾ വീഡിയോയിൽ കാണുന്ന വയറുകൾ മതി. അപ്പോൾ നമുക്ക് കാണാം. പ്രസ് സ്റ്റാർട്ടാണ്. അപ്പോൾ സാധാരണ നമ്മളെ കീ ഇടുന്ന വണ്ടിയാണെങ്കിൽ തള്ളി സ്റ്റാർട്ടാക്കാം. നമുക്കിപ്പോൾ ഇതിനകത്ത് അതൊന്നും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഇത് ഞെക്കുമ്പോൾ കണ്ടോ, ബാറ്ററി ഇല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ കാണിക്കുന്നത് കീ ഔട്ട്. പക്ഷേ കീ ഇവിടെ തന്നെ ഉണ്ട്. ഇത് പ്രസ് ചെയ്യുമ്പോൾ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അതായത് നമ്മളെ ലോക്കിംഗ് സിസ്റ്റം, സെൻട്രൽ ലോക്ക് സിസ്റ്റം ഒന്നും വർക്ക് ചെയ്യുന്നില്ല. കാരണം ബാറ്ററി കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങിപ്പോയിട്ടാണുള്ളത്. ഇപ്പം ഞാൻ ബോണറ്റ് തുറന്ന് വെച്ചിട്ടുള്ളത്. എൻ്റെ വണ്ടി ഐട്ടനാണ്, ഹുണ്ടായി ഐട്ടൻ, ഗ്രാൻഡ് ഐട്ടൻ. അപ്പോൾ ഇതിൽ കീ ഞെക്കുമ്പോൾ കണ്ടോ, ബാറ്ററി ഇല്ല എന്നുള്ള ഒരു വാർണിംഗ് ടോൺ മാത്രമേ വരുന്നുള്ളൂ. കാരണം ഒരു വയർ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന നോർമൽ വയറാണ്, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതെൻ്റെ ബൈക്കാണ്. ബൈക്കിൽ ഓൾറെഡി ബാറ്ററി ഇല്ല, കുഴപ്പമില്ല. ഇത് കിക്കർ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, ബൈക്കല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്തത് വെച്ചാൽ, നമ്മൾ ബാറ്ററിയിലേക്ക് കൊടുക്കുന്ന ടെർമിനലിൽ നിന്ന് ഇത് നെഗറ്റീവ് ടെർമിനലും ഇത് പോസിറ്റീവ് ടെർമിനലും, അതിൽ നിന്ന് ഞാൻ ആ നേരത്തെ കാണിച്ച വയർ 2 ഇതിലേക്ക് വെറുതെ പിരിച്ചു വെച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കാറിൻ്റെ ബാറ്ററിയിലേക്ക് കൊടുക്കുമ്പം നമ്മൾ ശ്രദ്ധിക്കണം. കാരണം ബൈക്കിൽ നിന്ന് പോസിറ്റീവ് എടുത്ത അതേ വയർ തന്നെ കാറിൻ്റെ ബാറ്ററിയിൽ പോസിറ്റീവിൽ കൊടുക്കാൻ വളരെ ശ്രദ്ധിക്കണം. മാറിപ്പോയി കഴിഞ്ഞാൽ ഉള്ള ബാറ്ററിയും കൂടെ ഇറങ്ങി പോവുക. കളർ കോഡൊന്നും ഞാൻ നോക്കിയിട്ടില്ല, ഞാൻ അല്ലാണ്ട് തന്നെ വയർ പിടിച്ച് നോക്കിയതാണ്. അപ്പോൾ ഇവിടുന്ന് പോസിറ്റീവിലും നെഗറ്റീവിലും കൊടുക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ ടെർമിനൽ അയച്ചിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ അയച്ചിട്ട് കൊടുത്തോ. ടെർമിനൽ അയക്കാനുള്ള ടൂൾസ് നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ അല്ലാണ്ട് ഡയറക്റ്റ് കൊടുത്താലും മതി. ഞാനിപ്പോൾ ടെർമിനൽ അയച്ചിട്ടാണ് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ടൂൾസ് ഉണ്ട്. ഒരു 10ൻ്റെ സ്പാനർ മാത്രമേ വേണ്ടൂ ഇതിന്. ഊരിയിട്ടുണ്ട്. ഒരെണ്ണം നിർബന്ധമില്ല, അല്ലാണ്ട് കൊടുത്താൽ കുഴപ്പമില്ല. ഊരിയിട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ നല്ലത്. കാരണം ഈ സെൻട്രൽ ലോക്കൊക്കെ ഉള്ളതായതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് പവർ വന്നിട്ടത് ഒരു പ്രശ്നമാവണ്ട. അപ്പോൾ നമ്മളെന്ത് വെച്ചാൽ വയർ കൊടുക്കുകയാണ്. വയർ ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് വേറെ എവിടേക്കും പോകുന്നില്ല. ഞാൻ തട്ടിപ്പാന്ന് പറയണ്ട, ഡയറക്റ്റ് എൻ്റെ ബൈക്കിലേക്കേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ വണ്ടി സ്റ്റാർട്ടാക്കി റേസിന് കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് കുഴപ്പമില്ല. നിങ്ങൾക്കിപ്പം അവിടെ ഒരു എന്തെങ്കിലും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ആക്സിലേറ്ററിൽ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ഇങ്ങനെ നിന്നോളും. നിങ്ങൾക്കിത് റേസിങ് കൂട്ടണമെങ്കിൽ ഇവിടെ ഈ ആക്സിലേറ്ററിൻ്റെ കേബിൾ കയറി പോകുന്ന സ്ഥലത്ത് ഒരു തിരിക്കുന്ന സാധനമുണ്ട്. അത് തിരിച്ചു കഴിഞ്ഞാൽ നമ്മളെ റേസിങ് കൂടും. അത് നോക്കിയിട്ട് വേണമെങ്കിൽ റേസിങ് കൂട്ടി വെക്കാം. അറിയണമെന്നൊന്നുമില്ല, ഒരു വള്ളി എടുത്ത് കെട്ടി വെച്ചാലും മതി, കുഴപ്പമൊന്നുമില്ല. ആ ഫ്രണ്ട് ബ്രേക്ക് കൂട്ടിയിട്ട് കെട്ടി വെച്ചാലും ആക്സിലേറ്റർ നമുക്ക് കുറച്ച് റേസാക്കി വെക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബൈക്കിൻ്റെ സ്ഥിതി വെച്ചാൽ വണ്ടി എൻജിൻ റൺ ചെയ്താൽ പോരാ, ടയർ കറങ്ങണം, എന്നാലേ നമ്മൾ വണ്ടി ബാറ്ററി ചാർജ് ആവുള്ളൂ. അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ ഗിയർ ഇടുക, അപ്പോൾ ടയർ ഓട്ടോമാറ്റിക് കറങ്ങിക്കോളും. അപ്പം ഗിയറിട്ട് ഇത് കറങ്ങാൻ പോലെ ആക്കി വെക്കുക. എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ബാറ്ററി ചാർജ് ആവാനാണെങ്കിൽ പെട്ടെന്ന് ചാർജ് ആവും. ഇത് കാറിൻ്റെ ബാറ്ററി ആയതുകൊണ്ട് കുറച്ച് വലിയ ബാറ്ററി ആയതുകൊണ്ട് തന്നെ ഒരു അരമണിക്കൂറെങ്കിലും വെക്കേണ്ടി വരും ഇങ്ങനെ സ്റ്റാർട്ടിങ്ങിൽ. എന്നുവെച്ചാൽ ഒരു 1/2 ലിറ്റർ എണ്ണയിൽ മേലെ എന്തായാലും കത്താൻ സാധ്യതയുണ്ട്. എത്ര എണ്ണ ചിലവാകുമെന്ന് എനിക്കറിയില്ല, ഞാൻ നോക്കിയിട്ടില്ല. അങ്ങനെ ഒരു അരമണിക്കൂർ വെക്കണം, അരമണിക്കൂറെങ്കിലും വെക്കണം, എന്നാലേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പവറെങ്കിലും വരുള്ളൂ. 40 മിനിറ്റോളം ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിർത്താൻ പോവാണ്, ബൈക്ക് നിർത്താം. ബൈക്ക് ഓഫാക്കി വയറ് വരട്ടെ.
നേരൂരി കൊടുക്കുകയാണ് പോസ്റ്റ്. കൊടുക്കുകയാണ് പോസിറ്റീവ് കൊടുത്തു. ഇപ്പോൾ നെഗറ്റീവ് കൊടുക്കണം. കൊടുത്തു. നമുക്ക് നോക്കാം. കീ എടുത്തില്ല. നോക്കാണ്. സ്റ്റാർട്ടായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഞാനും പ്രതീക്ഷിച്ചില്ല. സംഭവം സക്സസ്. എന്തായാലും വണ്ടി സ്റ്റാർട്ടായി. RPM കൂടുന്നുണ്ട്. വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പം ഓട്ടോമാറ്റിക് കാറിൻ്റെ ബാറ്ററിയിൽ ചാർജ് ആയിക്കോളും വണ്ടി. അപ്പോൾ കുറച്ച് ചൂടായിട്ട് കുറച്ച് AC ഇട്ടിരിക്കട്ടെ. വണ്ടി സ്റ്റാർട്ടായി എന്തായാലും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈക്കിലിപ്പോൾ എന്തായാലും ഒരു 40 മിനിറ്റൊക്കെ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. 40 മിനിറ്റ് കൂടുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. 40 മിനിറ്റൊക്കെ എന്തായാലും വേണ്ടി വരും. അപ്പോൾ ഒരു സെൽഫിനൊക്കെ കിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിക്കും ഞാൻ നോക്കിയില്ല, ചെക്ക് ചെയ്തില്ല. എന്തായാലും വണ്ടി സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് നേരം കാർ റണ്ണിങ്ങിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ബാക്കി കംപ്ലീറ്റ് ഫുള്ളായിക്കോളും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഇനിയിപ്പോൾ പുറത്തൊരു സ്ഥലത്തേക്ക് പോകേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് കാറിൻ്റെ ബാറ്ററി ചാർജ് ചെയ്യാൻ പറ്റും.